ഹലോ, ഗൗരി ശങ്കരത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തായാലും നമ്മുടെ ഗൗരിയും ശങ്കറും ചെറുതായിട്ട് അടിച്ചു പിരിഞ്ഞ് നിൽക്കുവാണ്. ഗൗരി മാക്സിമം ശങ്കറിനോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം തകർക്കാൻ വേണ്ടിയിട്ട് അവിടെ മഹാദേവനും രാധാമണിയും ശേഖരനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇനി അവരുടെ ശ്രമം വിജയിക്കുമോ, ശങ്കറും ഗൗരിയും അടിച്ചു പിരിയുമോ, അതോ വീണ്ടും ഒന്നിക്കുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ എന്താ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം എന്തെങ്കിലും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ശങ്കർ വന്ന് ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നപ്പോൾ ഗൗരി വിളമ്പി കൊടുക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ ഈ സമയത്ത് ശങ്കറിന്റെ മനസ്സിൽ ഗൗരിയെക്കുറിച്ചുള്ള തെറ്റായിട്ടുള്ള ചിന്തകൾ വളർത്താൻ വേണ്ടിയിട്ട് രാധാമണിയും മഹാദേവനും ഒക്കെ കൂടി ധ്രുവന്റെ പേരെടുത്ത് പറയുകയും അങ്ങനെ ഗൗരി ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കുറ്റപ്പെടുത്തുകയും ചെയ്യുവാണ്. അപ്പോൾ ശങ്കർ ഗൗരി മാത്രം സംസാരിച്ച് ഈ ഒരു കാര്യം എങ്ങനെ അവരുടെ ചെവിയിലെത്തി? അങ്ങനെ ശങ്കർ ഭയങ്കര ദേഷ്യത്തിൽ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങനെ ധ്രുവന്റെ കാര്യം അറിഞ്ഞു? അപ്പോൾ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ടെങ്കിൽ അവരൊന്നും പറയാൻ കൂട്ടാക്കാതെ മാക്സിമം ഒഴിഞ്ഞു മാറാൻ വേണ്ടി ശ്രമിച്ചു. അവസാനം വീണ്ടും ശങ്കർ ദേഷ്യത്തോട് ചോദിച്ചപ്പോഴാണ് രാധാമണി പറയുന്നത്, ഇപ്പൊ ഗൗരി ഇതേ പറ്റിയുള്ള കാര്യം ഗൗരിക്ക് ധ്രുവനെ മറക്കാൻ പറ്റില്ല, അങ്ങനെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഈ ഒരു കാര്യം ഗൗരി മറ്റൊരാളോട് പറയുകയും അവര് എന്നോട് വന്ന് ആ ഒരു കാര്യം പറയുകയും ചെയ്തു എന്നാണ് രാധാമണി അവിടെ പറഞ്ഞത്. അങ്ങനെ ശങ്കർ ദേഷ്യത്തോടെ എണീറ്റ് ഫുഡൊന്നും കഴിക്കാതെ എണീറ്റ് പോവുകയാണ്. അപ്പൊ ശങ്കറിനെ തടയാൻ വേണ്ടി ശ്രമിച്ചെങ്കിൽ പോലും അതൊന്നും പറ്റാത്ത ശങ്കർ ദേഷ്യപ്പെട്ട് കയറി പോവുകയും അങ്ങനെ ഗൗരി സങ്കടത്തോടെ നിൽക്കുന്നുണ്ട്. ആദ്യം രാധാമണി പറഞ്ഞത് ഗൗരി മറ്റൊരാളോട് ഒരു കാര്യം പറയുകയും അവരെന്നോട് വന്ന് പറഞ്ഞു എന്നാണ്. അപ്പൊ ഗൗരി ഈ ഒരു കാര്യം പറഞ്ഞത് കമലേട്ടത്തിയോട് മാത്രമാണ്. അപ്പോൾ കമലേട്ടത്തി അമ്മയോട് ഈ ഒരു കാര്യം പറഞ്ഞു എന്നുള്ള രീതിയിലാണ് അവർ രാധാമണി സംസാരിച്ചത്. അപ്പോൾ ഗൗരിയും പറയുവാണ്, കമലേട്ടത്തി അങ്ങനെ പോയി പറഞ്ഞു, കമലേട്ടത്തി അങ്ങനെ പോയി പറയുമോ എന്നൊക്കെ ഗൗരി ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഓരോന്ന് കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് നിന്നെങ്കിലും കമല ഒരു കാര്യം അറിഞ്ഞില്ല. അങ്ങനെ കമല എന്ത് ചെയ്യണം എന്നറിയാതെ ഭയങ്കര സങ്കടത്തിൽ അവിടെ വന്ന് നിൽക്കുവാണ്. അങ്ങനെ ഗൗരി നല്ല ദേഷ്യത്തിൽ കയറി പോകുന്നുണ്ട്. അങ്ങനെ ശങ്കർ ഒരു ആഹാരവും കഴിക്കാത്തത് കൊണ്ട് തന്നെ രാത്രി വന്നതിന് ശേഷം ഗൗരി വീണ്ടും ശങ്കറിന് ആഹാരം റൂമിൽ കൊടുക്കുന്നുണ്ട്. പക്ഷെ ശങ്കർ അത് കഴിക്കാൻ കൂട്ടാക്കിയില്ല. അപ്പൊ ഗൗരി പറഞ്ഞത്, എത്രയോ ആൾക്കാർ ആഹാരം കഴിക്കാതെ ഈ ഭൂമിയിലുണ്ട്. ഇപ്പൊ നമുക്ക് ഈ ഒരു കുറച്ചെങ്കിലും ആഹാരം കിട്ടുന്നില്ലേ, പക്ഷെ ഇതുപോലും കിട്ടാത്ത എത്രയോ പട്ടിണി കിടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ആഹാരത്തെ നിന്ദിക്കാൻ പാടില്ല. ആഹാരത്തിന്റെ മുന്നിൽ നമുക്ക് ഒരു ദേഷ്യവും വിഷമവും എല്ലാം കാണും, പക്ഷെ അത് ആഹാരത്തിന്റെ മുന്നിൽ ഒരിക്കലും കാണിക്കാൻ പാടില്ല എന്ന് ഗൗരി പറയുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഗൗരി ഒരു കാര്യം കൂടി പറയുകയാണ്, ശങ്കറിന് ഇപ്പൊ എന്നോട് ദേഷ്യമുണ്ട്, ഒരു കുഴപ്പമില്ല, അത് കാര്യമായിട്ടുള്ള കാര്യത്തിനാണ്, പക്ഷേ ശങ്കർ ഈ ദേഷ്യം മുഴുവൻ ആഹാരത്തിനോട് കാണിക്കാൻ പാടില്ല എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുകയും അവസാനം നിർബന്ധിച്ച് ശങ്കറിന് ആഹാരം വാരിക്കൊടുക്കുകയും ചെയ്യുവാണ്. അപ്പൊ വാരിക്കൊടുക്കാൻ വേണ്ടി പോയ ഗൗരിയോട് ശങ്കർ ഒരു കാര്യം ആവശ്യപ്പെട്ടിരുന്നു, ഞാൻ ഈ ആഹാരം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇനി ഒരിക്കലും നീ ധ്രുവന്റെ പേര് എന്റെ മുന്നിൽ പറയാൻ പാടില്ല. ധ്രുവന്റെ പേര് ഇനി നീ എന്റെ മുന്നിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്റെ കൈവിട്ട് പോകും, അതുകൊണ്ട് നീ പറയാൻ പാടില്ല എന്ന് എനിക്കൊരു വാക്ക് തന്നു കഴിഞ്ഞാൽ നീ ആഹാരം കഴിക്കാം എന്ന് പറയുകയും ഗൗരി അത് സമ്മതിക്കുകയും അങ്ങനെ ധ്രുവന്റെ പേര് ഇനി ഒരിക്കലും പറയത്തില്ല എന്നുള്ളൊരു ഉറപ്പ് ശങ്കറിന് കൊടുത്ത് ഗൗരി ആഹാരം വാരി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ശങ്കർ സന്തോഷത്തോടെ ഗൗരിക്ക് വാരി കൊടുക്കുകയാണ്. കാരണം നീ ആഹാരം കഴിച്ചിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി, ഞാനും നീ വഴക്കുണ്ട്, പക്ഷെ നീ ആഹാരത്തിന് ആ ദേഷ്യം കാണിക്കുന്നത് എന്തിനാ, ഞാൻ വാരിത്തരാം എന്ന് പറഞ്ഞ് ശങ്കർ ഗൗരിക്ക് ആഹാരമൊക്കെ വാരി കൊടുക്കുകയാണ്. അങ്ങനെ സന്തോഷത്തോടെ ഗൗരി ശങ്കറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷത്തോടെ ആഹാരമൊക്കെ കഴിച്ച് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട്. അങ്ങനെ 4 മണിയായപ്പോൾ അലാറം കേട്ട് ശങ്കർ ഞെട്ടി എണീക്കുകയാണ്. എന്നിട്ട് 4 മണിയായോ, പെട്ടെന്ന് പോകണം എന്നൊക്കെ പറഞ്ഞ് ധൃതി വിടുകയും ഗൗരി എന്താണ് കാര്യമെന്ന് ചോദിക്കുമ്പോൾ ശങ്കർ അത്യാവശ്യമായിട്ട് എനിക്കൊരു സ്ഥലം വരെ പോകണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഗൗരി വീണ്ടും ചോദിച്ചു, എന്നും 4 മണിയാവുമ്പോൾ അലാറം വെച്ച് ശങ്കർ എണീറ്റ് എവിടെയാണ് പോകുന്നത് എന്ന് എനിക്ക് ഇപ്പൊ തന്നെ അറിയണം, ശങ്കർ എന്നോടത് പറഞ്ഞിട്ട് മാത്രം പോയാൽ മതി എന്ന് ഗൗരി പറയുകയും ശങ്കർ ആദ്യം പറയാനായിട്ട് കൂട്ടാക്കിയില്ല. പിന്നെ ഞാൻ ഒരാളെ കാണാൻ പോവുകയാണെന്ന് ഗൗരിയോട് പറയുന്നുണ്ട്. അപ്പോൾ ഗൗരിക്ക് ആരെ, എവിടെ, എങ്ങനെ എന്നൊക്കെ ചോദിക്കുമ്പോഴേ ശങ്കറിന് മനസ്സിലായി ഗൗരിക്ക് എന്നോട് പൊസസീവ്നെസ് ഉണ്ട്. ഇപ്പം ഞാൻ മറ്റൊരു പെൺകുട്ടിയെ നോക്കുന്നതോ അല്ല മറ്റൊരു പെൺകുട്ടിയുടെ കാര്യം പറയുന്നതോ ഗൗരിക്ക് സഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഗൗരിയെ കുറച്ചുകൂടി ചൂട് പിടിപ്പിച്ചാലോ എന്ന് പറഞ്ഞുകൊണ്ട് ശങ്കർ പറയുവാണ്, ഞാൻ അവിടെ ഒരു പെൺകുട്ടിയെ കാണാൻ പോവുകയാണെന്നും അവള് നല്ല സുന്ദരിയായിട്ട് അമ്പലത്തിൽ തൊഴാൻ വരും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിലൊന്നും വീഴാത്ത ഗൗരിയെ വീണ്ടും ശങ്കർ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് മുമ്പ് എൻ്റെ പിറകെ കുറേ പെൺകുട്ടികൾ നടന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ശങ്കറിൻ്റെ ആ ഒരു പ്രണയ കഥകളൊക്കെ ഗൗരിയോട് ഇങ്ങനെ തട്ടി വിടുന്നുണ്ട്. അപ്പോൾ ഗൗരി അതൊന്നും കേൾക്കാൻ വേണ്ടി കൂട്ടാക്കില്ല. പക്ഷെ ശങ്കർ പറയുവാണ്, നീ വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി, പക്ഷെ ഞാൻ പറയുന്നത് സത്യമാണ്, എന്തായാലും ഞാൻ പെട്ടെന്ന് പോയി ഡ്രസ്സൊക്കെ മാറി പെട്ടെന്ന് പോകട്ടെ എന്നൊക്കെ പറഞ്ഞ് ശങ്കർ പോവുകയും ഗൗരി ആദ്യം വിശ്വസിച്ചില്ലെങ്കിലും ശങ്കർ എന്നോട് കളിപ്പിക്കുന്നതായിരിക്കും, ചിലപ്പോൾ ശരിയാവുമോ എന്നൊക്കെ പറഞ്ഞ് ഗൗരി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് കിടക്കുവാണ്.
എന്തായാലും അവരുടെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ നടക്കട്ടെ. എന്തായാലും നമ്മുടെ ആദർശിന്റെയും വേണിയുടെയും ജീവിതത്തിൽ വലിയൊരു പ്രശ്നമായിട്ട് ശിവരഞ്ജിനി വന്നിരിക്കുവാണ്. ശിവരഞ്ജിനി വന്നതിന് ശേഷം അവരുടെ ജീവിതം തന്നെ അടിച്ചു പിരിഞ്ഞ ഒരു മട്ടിലാണ്. അങ്ങനെ ആദർശ് കൊടുത്ത ഈ ഒരു ഗിഫ്റ്റ് തിരിച്ചു കൊടുക്കാനും ശിവരഞ്ജിനെ നല്ലതുപോലെ കാണാൻ വേണ്ടിയിട്ടും വേണിയും ആദർശും കൂടി ശിവരഞ്ജിനിയുടെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഇറങ്ങി വരുമ്പോൾ തന്നെ എല്ലാവരും അവിടെ കൂടിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് നന്ദിനി അമ്മയോട് പറയുകയും ഈ ഗിഫ്റ്റിനെ പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് ആദർശേട്ടൻ തന്നതല്ലേ, ഇതെന്താ തിരിച്ചു കൊടുക്കുന്നത്? അത് ആദർശേട്ടൻ്റെ ഫ്രണ്ട് ആദർശേട്ടന് ഒരു ഓഫർ വെച്ചിട്ടാണ് കൊടുത്തതെന്നും ഈ ഒരു ഗിഫ്റ്റ് ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ തിരിച്ചു തരാം, അതിനുശേഷം പൈസ തന്നാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് പൈസയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, ഈ ഗിഫ്റ്റ് തിരിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നതാണ് എന്ന് വേണി നന്ദിനി അമ്മയോട് എല്ലാവരോടും പറയുവാണ്. അങ്ങനെ അതിനെ ചുറ്റുപറ്റിയുള്ള സംസാരങ്ങൾ നടക്കുകയും പിന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾ പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ ആദർശും വേണിയും കൂടി ശിവരഞ്ജിനിയുടെ വീട്ടിലോട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മുടെ ഗൗരി അവിടെ നിന്ന് പടിക്കെട്ടൊക്കെ കയറി ഇറങ്ങി ഇങ്ങ് വരുന്ന സമയത്ത് കമലേട്ടത്തി ഗൗരിയോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ഒരിക്കലും നിന്നെ കാട്ടിക്കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ നിന്നെ കുറിച്ച് ഞാൻ ഒരാളോട് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല, നീ ധ്രുവനെ കുറിച്ച് പറഞ്ഞ കാര്യം ഞാൻ മറ്റൊരാളോടും പറഞ്ഞിട്ടില്ല, നീ എന്നെ വിശ്വസിക്കുക ഗൗരി എന്നൊക്കെ പറയുമ്പോൾ ഗൗരി പറയുവാണ്, എനിക്ക് ഏട്ടത്തിയെ വിശ്വാസമാണ്, ഇത് അമ്മ നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. കാരണം ഇപ്പോൾ എന്നെയും കമലേട്ടത്തെയും തെറ്റിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ധ്രുവന്റെ കാര്യം പറഞ്ഞ് അമ്മ എൻ്റെ മനസ്സിൽ എരിവേറ്റി കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും തമ്മിൽ അടിച്ച് പിരിയും. അങ്ങനെ പിരിഞ്ഞു കഴിഞ്ഞാൽ ഏട്ടത്തി ഇവിടെ നിന്ന് അടിച്ചിറക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും വലിയ എളുപ്പം അതാണ്. അതുകൊണ്ടാണ് അമ്മ ഈ ഒരു കാര്യം എന്നെ കരുവാക്കി ഇതിങ്ങനെ ചെയ്തത്. എന്തായാലും ഇതിങ്ങനെ പോകത്തില്ല. അപ്പോൾ ധ്രുവനോട് നീ ഇത് സത്യം പറഞ്ഞാൽ പോരെ? ഇല്ല, അത് ഇപ്പം ധ്രുവന്റെ കാര്യം നിനക്ക് ശങ്കറിനോട് പറഞ്ഞാൽ പോരെ? അല്ലെങ്കിൽ ധ്രുവനെ വെച്ച് അമ്മ ഇങ്ങനെ കളിക്കുവാണ്, ഇതൊന്നും സത്യമല്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ ശങ്കറിനോട് നീ മനസ്സ് തുറന്ന് സംസാരിക്കുക എന്ന് പറയുമ്പോൾ ഗൗരി പറഞ്ഞത് ഒരിക്കലും ഇല്ല, ഞാൻ എന്തൊക്കെ പറഞ്ഞാലും ശങ്കർ വിശ്വസിക്കത്തുമില്ല, പിന്നെ പ്രത്യേകിച്ച് ധ്രുവന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ശങ്കർ വിശ്വസിക്കത്തുമില്ല, ഞങ്ങൾ തമ്മിൽ അടി ഉണ്ടാവുകയും ചെയ്യും, അപ്പൊ ഇതിന് വേറൊരു മാർഗം മാത്രമേ വഴിയുള്ളൂ. അപ്പൊ കമലേട്ടത്തി ചോദിക്കുന്നുണ്ട് എന്താ ഗൗരി കാര്യം? അങ്ങനെ ഗൗരി കമലേട്ടത്തിയോട് കാര്യം പറയാൻ വേണ്ടി വരുമ്പോഴത്തേക്കും രാധാമണി അവിടെ വരുവാണ്. അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും ഗൗരിയും കമലയും അടിച്ച് പിരിഞ്ഞ് അവർ തമ്മിൽ സംഘർഷങ്ങൾക്കിടയിൽ വഴിയുണ്ടാക്കി അവരെ തമ്മിൽ പിരിഞ്ഞതിന് ശേഷം കമല ഇവിടെ നിന്ന് അടിച്ചിറക്കാനുള്ള ഒരു തന്ത്രപ്പാടിലാണ് നമ്മുടെ രാധാമണി. അത് മാത്രമല്ല ഗൗരിയും ശങ്കറും പിരിയുക, അവരെ തമ്മിൽ അടിച്ച് പിരിഞ്ഞതിന് ശേഷം ഗൗരി ഇവിടെ നിന്ന് ഇറക്കി വിട്ടിട്ട് ശങ്കറിന് മറ്റൊരു പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക, അങ്ങനെ ഒരു തീരുമാനത്തിലാണ് രാധാമണിയും മഹാദേവനൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ഇനി ഇവരുടെ ശ്രമങ്ങൾ വിജയിക്കുമോ അതോ ഗൗരിക്കൊപ്പം ശങ്കർ കട്ടയ്ക്ക് കൂടെയുണ്ട്, അപ്പോൾ ശങ്കറിനെയും ഗൗരിയും തകർക്കാൻ വേണ്ടി സാധിക്കുമോ അതോ ഇല്ലയോ, ഇനി ഇവരുടെ പ്ലാനുകൾ നടക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നാളെ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ.